ഹായ് പ്രിയപ്പെട്ടവരെ, എന്താണ് യൂറിക് ആസിഡ്? ഇന്നത്തെ കാലത്ത് മിക്ക ആൾക്കാരും ഈ ബുദ്ധിമുട്ടുന്നത് ഈ യൂറിക് ആസിഡ് കൊണ്ടാണ്. പ്യൂരിൻ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് ഈ യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ കൂടുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് ഗൗട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. ജോയിൻറ്റിലൊക്കെ യൂറിക് ആസിഡ് പോയി അടിഞ്ഞുകൂടി സന്ധിവാതം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, അതായത് ഈ ജോയിൻറ്റിൽ സ്വെല്ലിങ്, വീക്കം, ഭയങ്കര കഠിനമായ വേദന, പിന്നെ കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കാനും ഈ യൂറിക് ആസിഡ് കാരണമാകും. ഈ യൂറിക് ആസിഡ് ശരീരത്തിൽ എങ്ങനെ കുറക്കാം എന്ന് നോക്കാം. വേറെ ഒന്നുമില്ല, പ്യൂരിൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്താൽ തന്നെ പരമാവധി യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കുറയും. എന്തൊക്കെയാണ് ഈ പ്യൂരിൻ റിച്ച് ഫുഡ് എന്ന് നോക്കാം. മെയിനായിട്ട് ഈ ബീഫ്, റെഡ് മീറ്റ്, ഷെൽ ഫുഡ്, അതായത് നമ്മളെ കടലിൽ നിന്ന് ലഭിക്കുന്ന കല്ലുമ്മക്കായ, പിന്നെ ലോബ്സ്റ്റർ, പിന്നെ മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ, ധാരാളം ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ. യൂറിക് ആസിഡ് ഉള്ളവർ എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, വൈറ്റമിൻ സി ഫുഡുകൾ, ഫ്രൂട്ട്സ്, ചെറീസ്, ഫൈബർ ഫുഡ്, ഇവയൊക്കെ ധാരാളമായി കഴിക്കുക. എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ ഫെബുക്സോസ്റ്റാറ്റ്, അല്ലോപിരിനോൾ ഇതുപോലുള്ള മരുന്നുകൾ ലഭ്യമാണ്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.